ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഇന്നലെ വെള്ളം ഒഴിച്ച് ചെടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ടുണ്ട്. രാവിലെ എണീറ്റ് വരുമ്പോൾ കറക്റ്റ് മുറ്റത്തിൻ്റെ സെൻറ്ററിലായിട്ടാണ് കേട്ടോ ആ മരം ഉള്ളത്, മരവും ചെടിയൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ്. രാവിലെ തന്നെ ഇങ്ങനെ പപ്പയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. നേരെ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സ്ഥലമൊന്നും അല്ല ഇത്, അല്ലാതെ പാട്ടത്തിനെടുത്തിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ പപ്പ രാവിലെ നേരെ അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ടേ. ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ മുന്നേ ഇങ്ങനെ ക്രിക്കറ്റൊക്കെ കളിച്ചിരുന്ന ശരിക്കും ഒരു ഗ്രൗണ്ട് പോലെ ഒരു 3 തട്ടായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണത്തിൻ്റെ പന്തലൊക്കെ ഇട്ടിരുന്നത് ഈ ഒരു സ്ഥലത്താണ്. പിന്നെ അതൊക്കെ പൊളിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഓണറിനോട് ചോദിച്ചിട്ട് നമ്മളിവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ, പാട്ടത്തിനെടുത്തിട്ട്. നമ്മളിവിടെ കൃഷി ചെയ്യുന്നതിന് മുന്നത്തെ ആ ഒരു സ്ഥലവും ഇപ്പോഴത്തതും കണ്ടാൽ എൻ്റെ ഡിഫറൻ്റ് ആണ് കേട്ടോ. കാരണം അങ്ങനെ ഒരു തരിശു ഭൂമി പോലെ കിടന്ന സ്ഥലം പപ്പയുടെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ലെവലിലായതിപ്പോൾ. ഇതിൻ്റെ ഓണറിൻ്റെ വീട് ഇവിടെ ഒന്നും അല്ല കേട്ടോ, കുറച്ച് ദൂരെയാണ്. അപ്പം അങ്ങനെ അവരെ നിന്ന് പാട്ടത്തിനടുത്ത് നമ്മളങ്ങനെ ഇപ്പോൾ കൃഷിയൊക്കെ ചെയ്തു വരുന്നുണ്ട്. നമ്മളിവിടെ ഈ സ്ഥലം എടുത്തത് തൊട്ട് വാഴ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. കുറേ സ്ഥലത്ത് ഇങ്ങനെ വാഴ നടും, പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഇടയ്ക്ക് നട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ പപ്പയ്ക്ക് അങ്ങനെ പച്ചക്കറിയൊന്നും നട്ടിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ വാഴയാണ് വെക്കുന്നത്. വാഴമണ്ണെല്ലാം വെട്ടി മാറ്റിയിട്ട് ഒരു സ്റ്റെപ്പ് മണ്ണ് ഇളക്കി പഴയ മണ്ണിനെ മാറ്റിയിട്ട് പുതിയ മണ്ണ് ഒരു പിച്ചാസ് പാത്ത് ഇളക്കിയിടണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് വാഴ വെക്കണം. എന്തോ ഗുളിയ, കരിച്ച ഗുളിയ, വാഴക്കിടുന്ന ഗുളിയും തൈരമ്മയ്ക്ക് നടന്നു. അപ്പോഴേക്കാടടിക്കില്ല. ശരി, മതിയാ. ഇവിടെ എങ്ങനെയാ നടുന്നതെന്ന് ഞാൻ ചോദിച്ചതാണ് കേട്ടോ. അപ്പയോട് ആദ്യം എന്നെ ഓടിച്ചേട്ടോ. പിന്നെ ആള് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് നടുന്നതെന്നൊക്കെ. ഇങ്ങനെ വീഡിയോയുടെ മുന്നിൽ വന്ന് പറയാനൊക്കെ ഭയങ്കര ഷൈ ആണേ. അങ്ങനെ കുറേ സമയം പപ്പയോട് കൃഷിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ സംസാരിച്ചൊക്കെ നിന്നു. ഐറയും കുറേ സമയം ഇങ്ങനെ ആ വിളയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു കേട്ടോ, ചെരുപ്പൊന്നും ഇടാതെ തന്നെ. ഇവിടെയൊക്കെ വരുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുന്നത്. അതുകൊണ്ട് അതിലൊന്നും അങ്ങനെ പിടിച്ചു വെക്കലില്ല കേട്ടോ. ആളങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കും പപ്പ നേരെ പറഞ്ഞു കേട്ടോ, നമുക്ക് ചേമ്പ് പിഴാൻ പോവാന്ന്. കുറേ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചേമ്പ്. വാഴയുടെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ നേരത്തെ ഇത് പാകമായതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഇടയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കറി വെക്കാനും പിന്നെ പുഴുങ്ങാനും ഒക്കെ ആയിട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോഴും ഇതെടുത്തിട്ട് നമുക്ക് പുഴുങ്ങിയിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ, പഴയ വീഡിയോയിലൊക്കെ. അങ്ങനെ ലാസ്റ്റ് ഒരു 4-5 മൂട് നമ്മൾ വരുമ്പോഴത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നതാണ്. ചേമ്പൊക്കെ ആദ്യത്തെ മൂടൊക്കെ എടുത്തു തുടങ്ങിയപ്പോൾ ഫുള്ള് ഒന്നുമില്ല എന്നാണ് കേട്ടോ വിചാരിച്ചത്. ഒന്നുമില്ലല്ലോ, നമുക്ക് ഈ തണ്ടെടുത്ത് തോരൻ വെക്കാന്നൊക്കെ പറഞ്ഞു നിന്നതായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ കുറെ ഇങ്ങനെ ഇളക്കിയൊക്കെ വന്നപ്പോൾ കുറച്ച് അത്യാവശ്യം ആ കൊണ്ടുപോയ പാത്രം നിറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ചേമ്പൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞ ഒരു പൊടി പോലത്തെ മണ്ണാണ് കേട്ടോ നല്ലത്. നമ്മുടെ ഇവിടുത്തെ കുറച്ചുകൂടി ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന പോലത്തെ മണ്ണായതുകൊണ്ട് തന്നെ ഇതിന് വേരോടാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നി. ഇങ്ങനെ പശ പോലത്തെ മണ്ണില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പിന്നെ നമുക്ക് വെള്ളത്തിനൂടെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ടാണ് കേട്ടോ ഈ സ്ഥലം നമ്മളങ്ങനെ പാട്ടത്തിനെടുത്തത്. കാരണം നമ്മുടെ കിണറിൽ നിന്ന് ഓസിട്ടിട്ട് ഇങ്ങോട്ട് വെള്ളം എടുക്കാലോ എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ്, അല്ലാതെ വേറെ സോഴ്സ് ഒന്നുമില്ല വെള്ളത്തിന് വേണ്ടിയിട്ട്. പണ്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഓട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വലിയ ചാനലിലൊക്കെ വെള്ളം വരുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങോട്ടെല്ലാം ഓട വഴിക്ക് വെള്ളം വരുമായിരുന്നു കേട്ടോ. ഇപ്പൊ പിന്നെ അതെല്ലാം പോയി, മുഴുവൻ വീടുകളൊക്കെ വന്നപ്പോഴത്തേക്കും ഓടയെല്ലാം പോയി കേട്ടോ. ചേമ്പൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് അതിന്റെ മൂടെല്ലാം വീണ്ടും പപ്പ എടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം വീണ്ടും നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് വേറെ ജോലി ഇല്ലാത്ത ദിവസം പപ്പയ്ക്ക് ഇതുപോലെ വീട്ടില് ഇങ്ങനത്തെ ഓരോ പണികളൊക്കെ ആയിരിക്കും കേട്ടോ. ഇത് മുന്നേ പട്ട് നിന്ന മരമാണ് കേട്ടോ. ഇപ്പൊ വന്ന് കുറേ മാസം ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഭയങ്കര സ്മെല്ലാണേ. അങ്ങനെ അതൊക്കെ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ കുട്ടി വിശേഷങ്ങളൊക്കെ ഇവിടെ വെച്ച് നിർത്തുവാണ് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.